all, this is me Arun here, your coach, your mentor, your trainer in trading. പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റിലോട്ട് പോകുന്നതിന് മുമ്പേ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇല്ല ഈ ചാനലിൽ ഫസ്റ്റ് ടൈം ആണ് എന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ മറക്കാതെ ഓൺ ആക്കി ഇടുക. നമ്മൾ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ ലൈവ് പോകുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അറിയിക്കാനായിട്ട് യൂട്യൂബ് ഉണ്ട്. സെക്കൻഡ്ലി, നമ്മുടെ ഓപ്ഷൻ ബൈയിങ്, അതായത് ഡീകോഡിംഗ് ഓപ്ഷൻ ബൈയിങ് കോഴ്സ് 999 rupees ഇന്ന് വൈകുന്നേരം തൊട്ട് 2000 rupees മാറുകയാണ്. അതായത് 1999 മാറുകയാണ്. നിങ്ങൾക്ക് കൂപ്പൺ വേണ്ടേ? ആ ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ഇന്ന് തന്നെ വീഡിയോ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യുക. നേരെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഓടിപ്പോയി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓടിപ്പോയി രജിസ്റ്റർ ചെയ്യുക. ജസ്റ്റ് 999 rupees നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഹ്യൂജ് ലോഡ് ഓഫ് നോളജ് ആണ്. ഡെഫിനറ്റ്ലി നോളജ് മാത്രമല്ല, ഈ നോളജ് എല്ലാം തന്നെ രാവിലെ 9 മണി മുതൽ 3:30 വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, ഒരുമിച്ചിരുന്ന് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. സോ നേരെ ഓടിപ്പോയി ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. 999 rupees നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഹ്യൂജ് നോളജ് ആയിരിക്കും, ഹ്യൂജ് പ്രോഫിറ്റ്സ് ആയിരിക്കും. സോ നമുക്ക് പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിലോട്ട് പോയേക്കാം. അപ്പൊ മാർക്കറ്റ് ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരുന്നു. ചെറിയൊരു ബെയറിഷിലോട്ട് വരാം, കാരണം അടുത്തടുത്തായിട്ട് മൊമെന്റം റെഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്, അല്ലെ? ആ മൊമെന്റം റെഡ്യൂസ് ചെയ്ത ടൈമിൽ ഇന്നലെ ഇല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊമെന്റം മാർക്കറ്റ് റെഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. സോ അത് നമ്മൾ ക്യാച്ച് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ തിരിച്ചു പോകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രോബബിലിറ്റിയിൽ നമ്മൾ ബെയറിഷിലോട്ട് പുഷ് ചെയ്തു. മേജർ സപ്പോർട്ട് വരെയായിരുന്നു നമ്മുടെ ടാർഗറ്റ്. നിഫ്റ്റിയിലും നിഫ്റ്റി ബാങ്കിലും എടുത്തു. നിഫ്റ്റി ബാങ്കിൽ ഇന്ന് നമുക്ക് ലൈക്ക് ടൈം ഡി കെ ഉണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് നമ്മൾ മൈറ്റ് ബി കിട്ടിയേക്കാം എന്നൊരു പ്രോബബിലിറ്റിയിൽ 1% റിസ്ക് എടുക്കാനായിട്ട് ഞാൻ നമ്മളുടെ മെമ്പേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ അധികം ആൾക്കാരെടുത്തു, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, നോ പ്രോബ്ലം. പക്ഷെ അവിടെ നമ്മൾ രക്ഷിച്ച മറ്റൊരാളുണ്ടായിരുന്നു, നിഫ്റ്റി ഓൾമോസ്റ്റ് ലൈക്ക് നമ്മൾ 45 to 55 എൻട്രി എടുത്തിട്ട് ഫസ്റ്റ് ലൈക്ക് ടാർഗറ്റ് പോയി 100 വരെയായി. 100-ൽ നിന്ന് 130 ആയിരുന്നു സെക്കൻഡ് ടാർഗറ്റ് 130 ആയപ്പോഴത്തേക്ക് 129 വരെ പോയിട്ടുണ്ടായിരുന്നു. 55-ൽ നിന്ന് 129 വരെ പോയിട്ടുണ്ടായിരുന്നു. ഹ്യൂജ് പ്രോഫിറ്റ് ആയിരുന്നു. ലൈക്ക് നമ്മുടെ മെമ്പേഴ്സിന് എല്ലാവർക്കും ഹ്യൂജ് പ്രോഫിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈവിലും നമ്മൾ അത് ലൈവായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ഓക്കെ ഫൈൻ, നമുക്ക് ഇവിടുന്ന് ട്രേഡ് എടുക്കാം, ബെയറിഷ് ആണ് കറന്റ് വ്യൂ എന്നുള്ളത്. ബുള്ളിഷിലോട്ട് മൂവ് ചെയ്യും പ്രോബബിലിറ്റി ഉണ്ട്, കാരണം മേജർ സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ ഇങ്ങനെ നടന്നപ്പോൾ സംസാരിക്കാനേക്കാളും കൂടുതൽ നമുക്ക് നേരെ ചാർട്സിലോട്ട് പോകുന്നതാണ്. സോ ഹിയർ ഇറ്റ് ഈസ്, റൈറ്റ്? നമ്മളുടെ ഡീകോഡിംഗ് ഓപ്ഷൻ ബൈയിങ് ജസ്റ്റ് എയർലി ബേർഡ് ഓഫർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ 999 rupees നിങ്ങൾക്ക് പോകുന്നതാണ്. താഴെയുള്ള ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു കൂപ്പൺ കോഡ് ഓട്ടോമാറ്റിക്കലി യൂസ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. അതായത് നിങ്ങൾക്ക് 999 rupees കിട്ടും. ഇന്ന് വൈകുന്നേരം 12 മണിക്ക് മുമ്പായിട്ട് ഇത് നേരെ 12 മണി ആകുമ്പോഴത്തേക്ക് ഇത് നേരെ 1999 പോകും. അതിൽ നിന്ന് ഒരു മാറ്റവും കാണത്തില്ല. എയർലി ബേർഡ് ഓഫർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നത്. ഷുവർ, ഐ പ്രോമിസ് യു, ഇത് നിങ്ങൾക്ക് വെർത്ത് ആയിരിക്കും. 100% 200% നിങ്ങൾക്ക് ഇത് വെർത്ത് ആയിരിക്കും. ഒരു സ്റ്റോപ്പ് ലോസിന്റെ കാര്യമല്ലേ ഉള്ളൂ, ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. പക്ഷെ ഈ ഒരു സ്റ്റോപ്പ് ലോസ്, ഈ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹ്യൂജ് ആയിരിക്കും തരാൻ പോകുന്ന റിസൾട്ട്. സോ നമുക്ക് നേരെ ഓടിപ്പോയിരുന്ന ചാർട്ടിലോട്ട് പോയി നോക്കാം, അല്ലേ? സി ഹിയർ, നിഫ്റ്റി ഓൾമോസ്റ്റ് ലൈക്ക് ഇതായിരുന്നു നമ്മുടെ ബുള്ളിഷ് ഉണ്ടായിരുന്നത്. ബട്ട് എന്നാൽ ഇവിടുന്ന് നമുക്കൊരു ബെയറിഷ് വ്യൂ സെർട്ടൻ ലെവൽ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ക്യാച്ച് ചെയ്യാം. പക്ഷെ എന്നാൽ മാർക്കറ്റ് ഇവിടുന്ന് വന്നപ്പോൾ തന്നെ ഈ ഒരു ഫോള് കാണുന്നതിന്റെ ബേസിസിൽ നമ്മൾ നിഫ്റ്റിയിലും നിഫ്റ്റി ബാങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു, പോസിറ്റീവ് കോറിലേഷന്റെ ബേസിസിൽ. ഇവിടം വരെ ആയപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ടാർഗറ്റ് ഒക്കെ ഹിറ്റ് ചെയ്തു. സി ജസ്റ്റ് ലൈക്ക് ഒരു ചെറിയൊരു ലെവലിലൂടെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ ഫൈനൽ ടാർഗറ്റിലോട്ട് എത്തിയേനെ. പക്ഷെ എന്നാൽ പ്രീവിയസ് ഹയറിലോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നോ പ്രോബ്ലം. ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ എന്തായിരിക്കും വ്യൂ? ബുള്ളിഷ് ആയിരിക്കോ, ബെയറിഷ് ആയിരിക്കോ? എന്താണ് വ്യൂ? നമ്മൾ ബുള്ളിഷ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ചെറിയൊരു ക്യാച്ച് വന്നു. ഇന്ന് നോർമലി തിരിച്ച് മാർക്കറ്റിന്റെ ട്രെൻഡിന് ഓപ്പോസിറ്റ് പിടിച്ചതാണെന്ന് പറയുന്നില്ല, ടോപ്പ് ഫിഷിംഗ് നോക്കിയതാണ്. നമ്മൾ പ്രോഫിറ്റിലാണ്, ബട്ട് മാർക്കറ്റ് ഇപ്പോഴും സ്റ്റിൽ ബുള്ളിഷിലാണ്. സോ നമ്മുടെ വ്യൂ ബാക്ക് ടു ബുള്ളിഷ് തന്നെ ആയിട്ടുണ്ട്. ഹിയർ നിഫ്റ്റി ബാങ്കിൽ ഈ സെയിം സിറ്റുവേഷൻ ആയിരുന്നു, നമ്മളോട് ക്യാച്ച് ചെയ്ത്, ബട്ട് ടൈം ഡി കെ വന്നുകൊണ്ട് മാത്രമായിരുന്നു. സോറി, നിഫ്റ്റി ബാങ്ക് ഹിയർ ഓൾമോസ്റ്റ് ലൈക്ക് ടൈം ഡി കെയുടെ പ്രശ്നം കൊണ്ടാണ് നമുക്കിത് പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇച്ചിരിയെങ്കിലും ഒരു ഇത് എക്സ്പയറി ആയതിന്റെ ഒരു പ്രശ്നമായിരുന്നു നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഫിന്നിഫ്റ്റിയിൽ എടുക്കാൻ കഴിഞ്ഞു, കാരണം ഫസ്റ്റ് ക്യാൻഡിൽ ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ അത് എടുത്തിട്ടില്ലായിരുന്നു, റൈറ്റ്? സോ ഈ രീതിയിലായിരുന്നു നമ്മൾ ഇന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മളിത് കറക്റ്റ് ആയിട്ട് എക്സാക്ട്ലി ലെവൽസ് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹിയർ ഇറ്റ് ഈസ്, റൈറ്റ്? സിയോ ഓൾമോസ്റ്റ് ലൈക്ക് ലൈവ് സ്റ്റാർട്ട് ഇപ്പോൾ കൊടുത്തു. രണ്ട് ഇത് ആഡ് ചെയ്തു. 145 നിന്ന് ബൈ ചെയ്യാനായിട്ട് ഇത് സെക്കൻഡ് ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ നിഫ്റ്റി, സോറി, ഇത് കഴിഞ്ഞ ദിവസത്തെ തോന്നുന്നു. യെസ് ലാസ്റ്റ് ദിവസം. യെസ് ഹിയർ വി ഗോ. റൈറ്റ്.
ഇന്നലെ ഒരു പോസ്റ്റ് മാർക്കറ്റ് സെഷൻ ഉണ്ടായിരുന്നു, അതിന്റെ ആയിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ബൈ 80-90 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ലൈക്ക് 55-60 ഫസ്റ്റ് T190, ദെൻ 130 ആയിരുന്നു, 129 വരെ പോയിട്ടുണ്ടായിരുന്നു. 100 ഞാൻ ട്രെയിൽ ചെയ്ത് വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 100 നമുക്ക് ഇറങ്ങി. 129-ലും 125-ലും ഇറങ്ങിയ ഇഷ്ടം പോലെ പേരുണ്ട്. ഹ്യൂജ് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തവരുണ്ട്. ചിലവരുടെയൊക്കെ പി ആൻഡ് കാണുമ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ബാങ്കിൽ 2800 ലോസ് ചെയ്തു. ആരാണ്? ഹരീഷ് അല്ലേ? ഇന്ന് ഞാൻ ലൈവിൽ കാണിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2800 ലോസ് ചെയ്തു. ബട്ട് നിഫ്റ്റിയിൽ 5000 പ്ലസ് പ്രോഫിറ്റ് ഉണ്ടാക്കി. സോ ഓൺ ആൻ ആവറേജ് 2500 ഓർ 900 സംതിങ് ഹരീഷ് പ്രോഫിറ്റിലായിരുന്നു. ലൈവിൽ തന്നെ ഉണ്ടായിരുന്നു. ലൈവിൽ തന്നെ എല്ലാ ദിവസവും വരുന്ന നമ്മളുടെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. ഇതുപോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ ഫാമിലി മെമ്പേഴ്സ് ലൈക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ രീതിയിൽ നമുക്ക് ഇന്ന് മൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളുടെ എക്സലിൽ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ 1.6% നമ്മൾ ഇന്ന് വിൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് ഓൾമോസ്റ്റ് 25.3% ഗെയിൻ ചെയ്തു. നല്ലൊരു വീക്ക് ആയിരുന്നു. സ്വിംഗ് ട്രേഡില് യൂണിയൻ ബാങ്ക് സ്റ്റിൽ റണ്ണിങ്ങിലാണ്. സോ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കുകയും കൂടെ ചെയ്യാം. സോ നമുക്ക് നാളെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ നമുക്ക് വേണമല്ലോ. പ്രിപ്പയർ ചെയ്തിരിക്കണം. ഡെഫിനറ്റ്ലി പോസ്റ്റ് മാർക്കറ്റ് സെക്ഷൻ ചിലർ വിചാരിക്കും പോസ്റ്റ് മാർക്കറ്റ് എന്തിനാ, പ്രീ മാർക്കറ്റ് മാത്രം പോരെ എന്നുള്ളത്. നമ്മൾ എന്താണോ ഇന്ന് ചെയ്യുന്നത് അത് മനസ്സിലാക്കുക, അത് ലേൺ ചെയ്യുക. അത് നിങ്ങൾ ട്രേഡ് ലോഗിലും ട്രേഡ് ജേണലുമായിട്ട് കീപ്പ് ചെയ്ത് വെക്കുക. ട്രേഡ് ജേണലും ട്രേഡ് ലോഗും ഡെഫിനറ്റ്ലി എല്ലാവരും കമ്പൽസറി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇതുള്ളത്. സോ നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തത്, തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ, അത് ഇംപ്രൂവ് ചെയ്യണം. തെറ്റാണെങ്കിൽ നമുക്ക് ശരിയാക്കണം, ശരിയാണെങ്കിലും ഇന്നത്തെ ശരി പോരല്ലോ. ഇന്നൊരു 10,000 ഉണ്ടായെങ്കിലും 10 വർഷം കഴിഞ്ഞൊക്കെ 10,000 തന്നെ മതിയോ? പോരാ, അതിൽ കൂടുതൽ വേണമല്ലോ അല്ലെ? ഇന്ന് 10,000 ആണെങ്കിൽ നാളെ നമ്മൾ 11 ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. എങ്ങനെ? ഇപ്പൊ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് ഇംപ്രൂവ് ചെയ്യാൻ നോക്കിയിട്ട്. അത് നമുക്ക് ട്രേഡ് ലോഗും ട്രേഡ് ജേണലിൽ നിന്ന് തന്നെ ആയിരിക്കും പറ്റുന്നത്. ആൻഡ് ഓൾസോ ഇതുപോലത്തെ ഒരു പോസ്റ്റ് മാർക്കറ്റ് സെഷനിലൂടെ ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന പോസ്റ്റ് മാർക്കറ്റ് സെഷൻ ഞാൻ ഒരുമിച്ച് നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇനി നിങ്ങളുടെ തന്നെ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ വേണം. ഓക്കെ, ഞാൻ ഇന്ന് എന്താണ് ചെയ്തത്, അത് കറക്റ്റ് ആയിരുന്നോ, അത് അങ്ങനെ തന്നെയാണോ മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യൂസ് വേണ്ടതായിട്ടുണ്ട്. സെക്കൻഡ്ലി പ്രീ മാർക്കറ്റ് സെഷൻ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. നാളെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. സോ ആ പ്രിപ്പറേഷൻ ആ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ എടുക്കുന്നില്ല. സിമ്പിൾ ആണ്. ട്രേഡിംഗ് വളരെ സിമ്പിൾ ആണ്. അതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഹ്യൂമൻസ് ആണ്, നമ്മൾ ട്രേഡ് ചെയ്യുന്നവരാണ്. ആണോ അല്ലയോ? ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് പ്ലീസ്. സോ നമുക്ക് നേരെ ഒന്ന് ചാർട്ടിലോട്ട് പോയി നോക്കാം നാളെ എന്താണ് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എക്സ്പയറി ആണ്, നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. സോ നമ്മൾ നാളെ നിഫ്റ്റി ഇച്ചിരി കോഷ്യസ് ആയിട്ടിരിക്കുക. ബട്ട് എന്നാൽ നമുക്ക് ഈ ഒരു ലെവൽ ഇന്നത്തെ ഹൈക്ക് മുകളിലായിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് 20,950 മുകളിലായിട്ട് നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് 21,050 നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 35 റേഞ്ചിൽ പറ്റും. ദെൻ അടുത്തൊരു മൈനർ ടാർഗറ്റ് ഉണ്ട് 21,069ഉം 21,200. നമ്മളുടെ ഫൈനൽ ടാർഗറ്റ് 21,200 ആണ്. നാളെ എക്സ്പയറി ആണ്, നമ്മളത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യേണ്ടത്. എല്ലാവരും ഓർക്കുക. പ്രീമിയം ഗ്രൂപ്പിൽ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, പ്രീമിയം ഗ്രൂപ്പ് നിങ്ങൾ നാളെ ചിലപ്പോൾ എടുക്കുന്ന ടൈമിൽ ചിലപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂസ് ഡിലേ വന്നു കഴിഞ്ഞാൽ വെറുതെ ഒരു നല്ല ദിവസം നമ്മൾ കളയണ്ടല്ലോ. ഇപ്പോൾ തന്നെ ഓടിപ്പോയി പ്രീമിയം ഗ്രൂപ്പിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ ഓടിപ്പോയി നേരെ പ്രീമിയം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഓടിപ്പോയി അതിലും ജോയിൻ ചെയ്യുക. നമ്മുടെ ആപ്പ് ലൈക്ക് ആൻഡ്രോയിഡും ഉണ്ട്, iOS ഉണ്ട്. ഈ രണ്ടിന്റെയും ലിങ്ക് താഴെയുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. പുതിയ ഓഫേഴ്സ് വരും. ചിലപ്പം ഓവർനൈറ്റ് മിഡ് നൈറ്റ് ഓഫേഴ്സ് ഒക്കെ വരും. നിങ്ങൾ അത് ഗ്രാബ് ചെയ്യുക. ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ കുറെ അധികം സഡൻ ലൈക്ക് പ്ലാൻഡ് ഒന്നും ആയിരിക്കില്ല. പ്ലാൻഡ് വെബിനാർസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഫ്രീ ആണ്, പലതും ഫ്രീ ആണ്, ചിലതൊക്കെ പെയ്ഡ് ആയിട്ട് വരും. ബട്ട് എന്നാൽ ഇതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അത് മാത്രമല്ല ഓഫേഴ്സ്, മിഡ് നൈറ്റ് ഓഫേഴ്സ് ഒക്കെ ക്യാച്ച് ചെയ്ത് നോക്കുക. സൂപ്പർബ് ആയിരിക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം തന്നെയല്ലേ. ഇവിടെ നമ്മൾ പഠിക്കാൻ തന്നെയല്ലേ വന്നിട്ടുള്ളത്. മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യേണ്ടല്ലേ വേണ്ടത്. അതിന്റെ ലേണിംഗ് ഫേസ് ട്രേഡ് മാക്സ് അക്കാഡമി 100% കോൺഫിഡൻസോട് കൂടി 100% ക്ലാരിറ്റിയോട് കൂടി നിങ്ങളുടെ കയ്യിലിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും. സോ നമുക്ക് നിഫ്റ്റിയിൽ നമ്മുടെ ലെവൽസ് ഇതാണ്. വ്യൂ ബുള്ളിഷ് ആണ് നിഫ്റ്റിയിൽ. നിഫ്റ്റി ബാങ്കിൽ ഇത് തന്നെയാണ്. ഓൾമോസ്റ്റ് ലൈക്ക് 47,150 മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ആകുകയാണെങ്കിൽ പല രീതിയിൽ ഓപ്പൺ ആകാം. ഫ്ലാറ്റ് ആകാം, ഗ്യാപ്പ് അപ്പ് ആകാം, ഗ്യാപ്പ് ഡൗൺ ആകാം. ഈ രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആകുകയാണെങ്കിൽ നമുക്ക് വൺ സെക് ഈ രീതിയിൽ ഓപ്പൺ ആകുകയാണെങ്കിൽ നമുക്ക് ലെവൽസ് ആയിട്ട് അത്യാവശ്യം നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 47,500 കീപ്പ് ചെയ്യുക. അതായത് ഒരു 400 പോയിന്റ്സ് സ്പോട്ടിൽ വരാനായിട്ട് ഒരു പ്രോബബിലിറ്റി ഉണ്ട്. റൈറ്റ്, സ്പോട്ടിൽ വരാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. സോ നമുക്ക് നിഫ്റ്റി ബാങ്കിൽ അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല ടാർഗറ്റ് ആണ്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്തടുത്ത ടാർഗറ്റ്സ് ഉണ്ട് നിഫ്റ്റി ബാങ്കിൽ. റൈറ്റ്, അതെന്താന്നുള്ളത് നേരെ നിങ്ങൾക്ക് ചാർട്ട്സിൽ കിട്ടുന്നതായിരിക്കും.
ചാർട്ട്സ് നേരെ പ്രീമിയം ഗ്രൂപ്പ് മെമ്പേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നുണ്ട്. സെക്കൻഡ് ടാർഗറ്റ് മീൻസ് 48,000 ആണ്. അത്യാവശ്യം ഹ്യൂജ് റാലി ക്യാച്ച് ചെയ്യാനുള്ള പ്രോബിലിറ്റി. ഇപ്പൊ നമ്മളുടെ വ്യൂ പെർഫെക്റ്റ് ബുള്ളിഷ്. ഒന്നുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കാണണോ? ഫിൻനിഫ്റ്റി കാണാം. സി കണ്ടോ, ബ്രേക്ക് ഔട്ട് കിട്ടി നിൽക്കുകയാണ്, ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് ആംഗുലർ. സോ ഇവിടെ നമുക്ക് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർട്ടൻ ലെവലിൽ നിന്ന് തന്നെ, ഈ ഒരു ആംഗുലർ റെസിസ്റ്റൻസിന്റെ ബ്രേക്ക് ഔട്ടിൽ നിന്ന് തന്നെ നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണ്. നാളെ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ്. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഓക്കെ ഫൈൻ, ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ എപ്പോഴാണോ ഇത് ഒന്നുകൂടെ തിരിച്ച് ബ്രേക്ക് ചെയ്യുന്നത് ആ ടൈമിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 21,350യും സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 21,410. 400 കീപ്പ് ചെയ്യാം. സിമ്പിൾ റൈറ്റ്. ഈ രീതിയിലായിരിക്കും നമ്മൾ നാളെ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. ബുള്ളിഷ് ആണ് വ്യൂ. ബെയറിഷ് സെല്ലോട്ട് നമ്മൾ നാളെ നോക്കുന്നതായിരിക്കില്ല. നാളെ വ്യാഴാഴ്ചയാണ്, നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, എല്ലാവരും ആലോചിക്കുക. ബട്ട് ബാങ്കും ഫിന്നും നമുക്ക് കുഴപ്പമില്ലായിരിക്കും. സ്മൂത്ത് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, എല്ലാവരും നേരെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് എന്നുള്ളത് കൂടെ നിങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. സെക്കൻഡ്ലി, നമ്മളുടെ 999 കോഴ്സ്, അതായത് DOB, ഡീകോഡിംഗ് ഓപ്ഷൻ ബൈയിങ്, ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് 999 റുപ്പീസിന് നിങ്ങൾക്ക് ഇന്ന് കിട്ടും. രജിസ്റ്റർ ഇപ്പോഴും ചെയ്തിട്ടില്ല, ഇപ്പോഴും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക, നേരെ ഓടിപ്പോവുക, രജിസ്റ്റർ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. നാളെ ഇന്ന് നൈറ്റ് 12 മണി മുതൽ 1999 ആയിരിക്കും എന്റെ കോഴ്സ്. ജസ്റ്റ് യൂസ് ചെയ്യുക. 1000 റുപ്പീസ് എന്തിനാ? ആ 1000 റുപ്പീസ് നമുക്ക് ഒന്നുകൂടെ ട്രേഡ് ചെയ്യാമല്ലോ അല്ലേ? ജസ്റ്റ് രജിസ്റ്റർ ചെയ്യാത്തല്ല, രജിസ്റ്റർ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ 1999 ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് വെർത്ത്ഫുൾ ആയിരിക്കും. സോ പിന്നീട് നോക്കണ്ട, ഇപ്പോൾ തന്നെ അത് രജിസ്റ്റർ ചെയ്തേക്കുക. ദെൻ 999 റുപ്പീസ് നമ്മളുടെ പ്രീമിയം മെമ്പർഷിപ്പ് ജസ്റ്റ് 999 റുപ്പീസിലോട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്. റൈറ്റ്, ജസ്റ്റ് 999 റുപ്പീസിലോട്ട്. 1000 നിന്ന് 999 ആക്കിയതാണോ വലിയ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്ത് വേറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഇക്വിറ്റി ഉണ്ട്, സ്റ്റോക്ക് ഓപ്ഷൻ ഉണ്ട്, സ്വിംഗ് ഉണ്ട്, ഇൻട്രാഡേ ഉണ്ട്. ഈ 4 കാര്യങ്ങൾ 999 റുപ്പീസിന് വെർത്തായിരിക്കത്തില്ലേ? വെർത്താണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആണെങ്കിൽ ഓടിപ്പോയി പിന്നെയും പോസ്റ്റ് ചെയ്തിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്കപ്പോൾ നാളെ രാവിലെ 9 മണിയാകുമ്പോൾ കാണാതെയാണ്. പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ മറക്കണ്ട. നാളെ നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണ്. See you there at tomorrow 9 AM. Bye.